പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടകം ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 മുതൽ കർക്കിടക വാവ് ബലിയും പിതൃസായുജ്യ പൂജയ്ക്കും തുടക്കമാകും. ജില്ലയ്ക്കും അകത്തുനിന്നും പുറത്തുനിന്നുമായി 10,000-ഓളം ഭക്തജനങ്ങൾ എത്തുമെന്നാണ് ക്ഷേത്രം ഭരണസമിതി കരുതുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പെരിയാറിന് തീരത്തുള്ള പുണ്യപുരാതന ക്ഷേത്രത്തിൽ കർക്കിടകം 8-ാം തീയതി ജൂലൈ 24 വ്യാഴാഴ്ച പുലർച്ചെ 5:30 മുതൽ കർക്കിടവാവ് ബലിയും പിതൃസായുജ പൂജയും തിലഹവനവും നടക്കും. പിതൃതർപ്പണത്തിന് പുകൾപെറ്റ നദിയാണ് പെരിയാർ. പെരിയാറിന് തീരത്തുള്ള പുണ്യപുരാതന ക്ഷേത്രം കൂടിയാണിത്. അതിനാൽ ഓരോ വർഷവും ഇവിടെ നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിന് എത്തുന്നത്. ക്ഷേത്രം പുതുക്കിപ്പണിത് വില്ലാളി വീരന്റെ പഞ്ചലോക പ്രതിഷ്ഠയ്ക്ക് ശേഷം എത്തുന്ന ബലിതർപ്പണത്തിന് പ്രാധാന്യം ഏറെയാണ്. പെരിയാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരാൻ ക്ഷേത്ര ഭരണസമിതി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ബലിതർപ്പണം പുലർച്ചെ 5:30 ആരംഭിക്കും. ജൂലൈ 17 മുതൽ കർക്കിടക മാസ രാമായണ മാസാചരണം നടന്നു വരികയാണ്. ഓഗസ്റ്റ് 16 വരെ രാമായണ പാരായണം നടക്കും. ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധ കഞ്ഞി സേവയ്ക്കും ക്ഷേത്ര ഭരണസമിതി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷം അവിടെ ബലിതർപ്പണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. മുൻ വർഷത്തെക്കാട്ടിലും ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ബലിതർപ്പണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യത്തെ ബലിതർപ്പണത്തിന് നമ്മൾ കൂടുതൽ ജനങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതനുസരിച്ചുള്ള കരുതലുകൾ നമ്മളവിടെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷത്തെക്കാളും നമ്മൾ ഈ പ്രാവശ്യം പോലീസിൽ അതുപോലെ തന്നെ ഫയർഫോഴ്സ് അതുപോലെ ആംബുലൻസ് സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മളവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്ന് ബലിയിടുന്നതിന് അവിടെ വെള്ളത്തിൻ്റെ മറ്റ് ശല്യങ്ങളോ മറ്റു യാതൊരു തടസ്സങ്ങളോ ഈ പ്രാവശ്യമില്ല. നമുക്ക് ക്ഷേത്ര കോമ്പൗണ്ട് വരെ എല്ലാ വാഹനങ്ങളും വരാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വാവ് ബലിതർപ്പണത്തിനോടൊപ്പം തിലഹവനത്തിനും സായുജ പൂജയും നടക്കും. കർക്കിടക വാവ് ബലിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജി കയ്യാർ, സെക്രട്ടറി ജയൻ, മണികണ്ഠൻ, സജ്ജി കളത്തിൽ, ചന്ദ്രൻ തുരുത്തിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.